നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ഇതുവരെയായിട്ട് വെച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പുതിയൊരു പരീക്ഷണം ഞാൻ നടത്താൻ പോവാണ്. ഓട്ടോറിക്ഷ പഠിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങോട്ട് ബാക്കിലേക്ക് കൊണ്ടുപോകാം കേട്ടാ, ബാക്കിലേക്ക് കൊണ്ടുപോവാം. ഡ്രാഗൺ ഫ്രൂട്ട് വെയിറ്റ് ശരിയാക്കിയിട്ടില്ലേ, കൊടുത്ത് ഇങ്ങനെ പിടിച്ച് തള്ളണം. ഇവിടെ ബാക്ക് പോന്നോട്ടെ. നമ്മൾ റിങ്ങിലാണ് വെക്കുന്നതേ. അതെ, നമ്മൾ റിങ് വെച്ചിട്ടാണ് വെക്കാൻ വേണ്ടത്. നമ്മുടെ അവിടെ വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്ത് വേണമല്ലോ. അപ്പോൾ ഇതാണ് റിങ്ങുകൾ. ഇത് കേട്ടാ, ഈ ടൈപ്പ് റിങ്ങുകളാണ്. ഇവിടെ വെച്ചാൽ നമ്മുടെ ചെറിയേട്ടൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടേ. അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഓ അല്ല, ഇപ്പോൾ ഒരെണ്ണം വെച്ചോടത്ത് ഇങ്ങനത്തെ അല്ലേ, മുൻപത്തെ വാഷിംഗ് മെഷീൻ്റെ ഡ്രമ്മിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ റിങ് അവിടെ കൊണ്ടുവന്ന് വെച്ചു. നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് നടന്നത് നമ്മുടെ വീടിൻ്റെ ഈ സൈഡിലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ റിങ്ങിലേക്ക് നിറയ്ക്കാൻ മണ്ണ് കണ്ട, മണ്ണ് നമ്മുടെ കമ്പോസ്റ്റ് വളം. പിന്നെയുള്ളത് ഒരു വണ്ടി ചാണപ്പൊടി. പൊടിയായിട്ടില്ലത്, കട്ട് ചെയ്യുന്നത് പൊടിച്ചിട്ടാൽ മതി, ഉണങ്ങിയതാണ്. അങ്ങനെ 3 സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചു. ഇനി റിങ് എനിക്ക് ഇവിടേക്ക് കൊണ്ടുവന്ന് വയ്ക്കണം. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇതിൽ തണ്ടുകൾ ചെറിയാണ്ട് അവിടെയാണ് ഇഷ്ടം പോയുള്ളത്. അപ്പോൾ ചെറിയാണ്ട് അവിടെ നിന്ന് മുറിച്ചോളാൻ പറഞ്ഞിട്ട് അത് ചെറിയാണ്ട് അവിടേക്ക് പോകാം. എന്നിട്ട് മണ്ണ് കുറവാന്ന്, മണ്ണ് അതിൽ വളം കൂടുന്നു. വളം കൂടില്ലേ, അത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം ഞാൻ. ചെറിയേട്ടനെ ഇങ്ങനത്തെ ഒരു ഇതിലാക്കിയിട്ടുണ്ടെന്ന്. മനസ്സിലായി. പക്ഷെ ഇതിപ്പോ മിക്സ് ചെയ്യുമ്പോഴേ വളം കൂടുതലാകുന്നു. മണ്ണ് ഇത്തിരിയുള്ള ചിരട്ടാക്കി ചിരട്ടൻ പറഞ്ഞു വേരൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പൊന്തുന്നു. കാണിച്ചു തരാം, വാ അങ്ങോട്ട് പോവാ. ഇവിടെ എന്നിട്ട് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു സംശയം ചോദിക്കണതാ. സംശയം ചേരാനോട് ചോദിക്കുക. എനിക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ യാതൊരു പരിചയമില്ല. ഞാൻ പിന്നെ ആളുകൾ പറയുന്നുണ്ട് ചാണപ്പൊടി ഇടും, മറ്റേതിടും, ചപ്പുചാവറൊന്നും വേണ്ട. ചാണപ്പൊടി ഒന്നും ഇടില്ലേ ചേരാട്ടൻ? മീനിന്റെ വെള്ളം അങ്ങനത്തെ ഒക്കെ ഇല്ലേ, അതൊക്കെ ഇത്തിരി ചോദിച്ചു കൊടുക്കോളൂ. എന്നാലും നമുക്ക് നോക്കാലോ. അത് ഞാൻ കാണിച്ചു തരാം. ഇത് നന്നായി പൊടിച്ചു. അത് മണ്ണ് വളരെ കുറവായിട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. മണ്ണ് പേരിന് ഇട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പോയിണ്ടായിരുന്നു. ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഈ തണ്ട് മുറിക്കാൻ പറ്റേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് മുറിച്ച് ആവശ്യത്തിന് കൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് നേരെ ഇതിലെ പോയാൽ മതി. ഇതിലെ പോവാം. അപ്പോൾ ഞാൻ ചോദിച്ചേ, ഇത് മണ്ണ് ചേരാട്ട ഇതേപോലത്തെ ഇതേ സാധനം തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചോദിച്ചു മണ്ണ് കണ്ടമാനുണ്ടോ എന്ന് ചോദിച്ചു. മണ്ണ് ഇത്തിരിയുള്ളൂ എന്ന് പറഞ്ഞു. മണ്ണിൻ്റെ ആവശ്യം അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു. കാണിച്ചു തരാം, വേര് പൊന്തി മുകളിലേക്ക് കയറുന്നത്. എന്തായാലും ഡ്രാഗൺ ഫ്രൂട്ട് 4 എണ്ണമാണ് നടുന്നത്. 4 എണ്ണം. പിന്നെ നമ്മൾ ചേരേണ്ട അവിടുത്തെ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. കത്തി എടുക്കാൻ മറന്നു നോക്കി, കത്തി അവിടെ നിന്ന് ഒരു വാങ്ങിക്കും. നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഡ്രാഗൺ ഫ്രൂട്ട്. നമ്മൾ പുറം വന്ന് വിൽക്കാൻ വെച്ചോടന്ന് വാങ്ങിച്ചിട്ട് കഴിച്ചില്ലേ. ഇവിടെ കഴിച്ചപ്പോഴാണ്. പിന്നെ നമ്മൾ പത്തനംതിട്ടയ്ക്ക് പോയപ്പോഴൊക്കെ കഴിച്ചതല്ലേ, അവിടുത്തെ സൂപ്പറായിരുന്നു. ആളും ജൈവ വളം മാത്രം തന്നെയാണ് ചെയ്യുന്നത്. ഈ ചാണപ്പൊടിയാണ് മെയിനായിട്ട് ഇടുന്നത് അല്ലേ? ചാണപ്പൊടി പറഞ്ഞു. ഓ, കണ്ണിമാങ്ങ കണ്ടേ, ഇത് പൊടിച്ചിട്ട് മറ്റേ കടുമാങ്ങിട്ടല്ലോ. കടുമാങ്ങ കൊലയൊന്നുമില്ല ഇപ്പോൾ. എല്ലാത്തിനും മാവ് ഇഷ്ടം പോലെ പൂത്തിട്ടുണ്ട് കേട്ടോ. ചെറുണ്ട് 6 ജീപ്പ് എടുക്കണണ്ട, കണ്ടില്ല കയറുന്നു. കണ്ടത് ചാക്കിൻ്റെ അവിടെ ഉണ്ട് തരുത. ഈ പ്ലാമ ചാക്കിൻ്റെ അവിടെ ഉണ്ട്. ഇതാ ചേട്ടൻ പറഞ്ഞത്? അല്ലല്ല, അവിടുത്തെ ചേരേട്ടൻ കുറച്ച് അതോടെ ഉണ്ട് നടന്നു. കത്തി ഇവിടെ ഉണ്ട്.
കത്തിയില കത്തറിയ നല്ലതെന്ന്. വീണ്ടും തിരിച്ചു വയ്ക്കാം. കത്തരി ഇത് ഒരു ഡ്രമ്മില് ഒരെണ്ണ വെക്കുക, രണ്ടെണ്ണൊക്കെ വയ്ക്കാം. ആ അല്ല കൂടുതൽ വെക്കണോണ്ട് കുഴപ്പമില്ല അല്ലേ? വെച്ചോണത് കണ്ടേ, ഇതിൽ വെച്ചോണണ്ട, ഇതിൽ ചാണപ്പൊടി കീറ്റ് കൊടുത്തണ്ട. ആ എല്ലാട്ടും അല്ല കിട്ടണ വെള്ളമൊക്കെ ഒഴിക്കുന്നു. ഇതാണ് ഇതിൽ നിന്നാണ് നമ്മൾ മുറിക്കുന്നത് കേട്ടാ. മൂത്തതുണ്ടല്ലേ മുറിക്കുക. ഇതാണ്ട സാർ നോക്കി എൻ്റെ പേര് നോക്കിയേ ഉണ്ടാ. ഇതിലല്ലേ പറഞ്ഞ ചേട്ടൻ മണ്ണില്ലാന്ന്. അതിൽ വളമാണ് കൂടുതലല്ലേ, മറ്റേ ചാണപ്പൊടി ഇലകളും ഒക്കെ ഇടുന്നു. ആ മെല്ലെ മെല്ലെ 4 വീപ്പ വാങ്ങിച്ചിട്ടുണ്ട്. അല്ല വീപ്പല്ലെന്ന് പറയാ. അപ്പം 8 തണ്ട് തന്നാൽ മതി. 8 തണ്ട് ഒരെണ്ണത്തിലാണ് ട്രം ചെയ്ത് വയ്ക്കാം. പണ്ടത്തെ കള്ളിച്ചെടീനെ ഇതൊന്ന് അയാൾ പറഞ്ഞു തന്നിരിങ്ങ ഇതിനെ കിളികളൊക്കെ ഇതൊന്നും ആക്രമിക്കില്ലെന്ന്. ഈ മുള്ളു മോന്നിരിക്കില്ല ഒരാളി വേണം. അപ്പോൾ അങ്ങനത്തെ കുറിച്ചാണ് അപ്പോൾ ഒരു പീസ് കൈ മുള്ളു മതി. ഇപ്പോൾ ഒരെണ്ണത്തെ 2 വെച്ച് ആക്കില്ലേ മതി. അധികം വേണ്ട. ഈ ഉണ്ടായ്മ പിന്നെ ഉണ്ടാവില്ലേ? ഇതുമല്ലൊന്നും പിന്നെ ഇനി ഉണ്ടാവില്ലേ? അല്ല ഞാൻ ചോദിക്കണത് ഇതുമ്മിന് ഫ്രൂട്ട് ഉണ്ടാവില്ലേന്ന്. ഇവിടെ ഉണ്ടാവുള്ള ഫ്രൂട്ട് പുതിയത് വരണ ഉണ്ടാവുള്ളൂ. ഈ അടിയിൽ നിക്കണല്ലേ. അപ്പൊ ഇതും കൂടി മുറുകി എന്തായാലും മുറിച്ച് കളയണല്ലേ. പുതിയത് വരുന്നുണ്ട് സ്ഥലത്ത് നല്ല വലിപ്പത്തിലുള്ള തണ്ടിട്ട് മുകളിൽ. ഇവിടെയാണ് കൂടുതലുണ്ടായിരുന്നത്. അല്ല 2-3 വെക്കാം. എല്ലാതും പിടിക്കുമോ നമുക്ക് അറിയില്ലല്ലോ. നല്ലപോലെ പൊടിക്കേണ്ടത്. ഇതില് വെറുതെ മണ്ണും ചാണപ്പൊടി മിക്സ് ചെയ്ത് വെച്ചു. പൊടിമണ്ണ് പൊടിമണ്ണ് നമ്മളാ ചകിരി അതിന്റെ വേസ്റ്റ് ചവറിട്ടിട്ട് ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് മണ്ണാവുന്നത്. കമ്പോസ്റ്റ് അതൊക്കെ ചവറിട്ട് കൊടുക്കുന്നോട് കുഴപ്പമില്ല. ചവറിന് എണ്ണേന്റെ മുകളിൽ ഇതൊക്കെ ചവറിട്ട് മണ്ണാവും. ചവറ് പൊടിഞ്ഞ് മണ്ണാവും. വീണ്ടും മണ്ണായി അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് ചവറ് ഇഷ്ടം പോയില്ലേ നമുക്ക്. മണ്ണിട്ടാ മതി. നിങ്ങളവിടെ മറ്റേ ഇതില്ലേ തക്കാളി എല്ലാം കണ്ടമാനം വന്നൂല്ലേ? അത് കാരണം നല്ല പച്ചപ്പായി. തക്കാളി കേടാണോ? തക്കാളി കേടാ ഉണ്ടാവണതൊക്കെ. അയ്യോ തക്കാളി ഇതേപോലത്തെ പൊട്ടിക്കിന് ഇങ്ങനത്തെ പൊട്ടിച്ചിട്ട് പച്ച കൂട്ടാനിൽ ഇടുകയാണ്. പഴുക്കാൻ നിർത്തി കിട്ടില്ല അല്ലേ? കേടുവരുന്നു. മൊത്തത്തിലെല്ലാത്തുമ്പിലും കേടുവരുന്നുണ്ട് ഇല്ലേ? അവിടെ വെണ്ടക്കായൊക്കെ കിട്ടണത് മുഴുവൻ പുഴുവാ. കേടുവരും. നമുക്ക് അപ്പൊ ശരി പോവാം. ഇത്ര മതി. കാരണം ഇത് നമ്മുടെ ചേരേട്ടൻ കുറേ നാളെ മുമ്പ് തന്നതാ നടാനായിട്ട്. ഇത് അതിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇതായി. അപ്പം ഇതുമായി കുഴിച്ചിട്ടാ നമുക്ക്. നല്ല വെയില.
ഇനി ഇതിൽ മണ്ണും വളമൊക്കെ മിക്സ് ചെയ്ത് നിറച്ച് കഴിഞ്ഞിട്ട് അത് മുറിച്ചിട്ട് വെച്ചാ പോരെ? ആ അല്ല ഇതിവിടെ വെക്കിട്ടെ. അപ്പം നമ്മുടെ ഈ സാധനം നമ്മൾ കൊണ്ടുവരണം കേട്ടാ. തല പിടിച്ച് കൊണ്ടുവരാൻ പറ്റും, കനുണ്ട്. പണ്ടത്തെ ക്രാവായി മാറും ഇത് ഉരുട്ടിയോട് പോകുമ്പോൾ. കണ്ട നല്ല ഐഡിയ അല്ലേ? വണ്ടി അങ്ങോട്ട് പോടാ. ഇവിടെ പിന്നെ അത്യാവശ്യം വെയിലുണ്ട്, അതിനും കുഴപ്പമില്ല. നമുക്ക് ഇതിലാണ് ഇതാണ് ഒരെണ്ണം വയ്ക്കുന്നത് കേട്ടാ. ഇതിപ്പോ ഒരെണ്ണം വെച്ച് കത്തിക്കണോടത്തേക്ക് കടക്കാൻ പറ്റുമോ അവിടെ വെച്ച് കഴിഞ്ഞാ? അതിന്റെ അടുത്തൂടെ പിന്നെ കടക്കാനും നടക്കാനൊന്നും പറ്റില്ല കേട്ടാ. ഇത്രക്ക് സ്ഥലം മാക്സിമം വരില്ല. ഇതിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ. ഇഷ്ടം പോലെ സ്ഥലമൊന്നുമില്ല, അതിങ്ങനെ ഇതാവും ഭയങ്കര. ഒരെണ്ണം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ, ഒരെണ്ണം അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് 4 കൊണ്ടെന്ന് വെച്ചിട്ട് കൊണ്ടൊക്കെ മണ്ണ് മിക്സ് ചെയ്യാം. ചേട്ടാ ഈ സാധനം ഇല്ലേ ബാക്കിയുള്ള ചെടികളുടെയും മരത്തിന്റെയും അടുത്തുകൂടെ പോണ പോലെ നമുക്ക് പോവാൻ പറ്റില്ല. അപ്പൊ അത് കണക്കാക്കിയിട്ട് വേണം അത് വെക്കാനായിട്ട് ഇതിന്റെ അടുത്തുകൂടെ. അതെ, നമ്മൾ ഇത്രയ്ക്ക് ഉയരം വരില്ലേ. ആ ഇനി എന്താ ചെയ്യുക ഇതിന്റെ ഇപ്പുറത്ത് മറ്റേ വാർപ്പും കാലില്ലേ അത് മണ്ണിൽ കുഴിച്ചിടും. എന്നിട്ട് ഇത് ഇങ്ങനെ പടന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇത് വയ്ക്കും, മറ്റേ ഈ ടയറ് വാർപ്പും കാലം അവിടെ 4 നമ്മുടെ പന്തലിൻ്റെ കാലിൻ്റെ അതാണ് കുഴിച്ചിടാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സാധനം നടാ, അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മതിയല്ലോ. പൊന്തുന്നതിനനുസരിച്ച് നമുക്ക് വെക്കാം. ആ ചേട്ടാ ഡ്രമ്മിന്റെ നടുവിൽ കുഴിച്ചിടുന്നല്ലേ പറഞ്ഞു? അതിൻ്റെ ഉള്ളിലാ? അതിൻ്റെ ഉള്ളിൽ എങ്ങനെ കുഴിച്ചിടാൻ പറ്റും എനിക്ക്? അല്ല അങ്ങനെ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിൽ കുഴിച്ചിടാൻ പറ്റുന്നില്ല. അതിൻ്റെ ഉള്ളിൽ കുഴിച്ചിടാൻ ഇനി പറ്റും. അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കാൻ പറ്റുമോ? അതിൻ്റെ ഉള്ളിലേക്ക് കാല് കുത്തി വയ്ക്കാൻ പറ്റുമോ? ചെറിയ ചെയ്ത് പറഞ്ഞിട്ടില്ലേ ആ പന്തലിൻ്റെ ഇന്നലെ അവൻ വന്നിട്ട് എന്നിട്ട് പറഞ്ഞ കോക്കു വന്നിട്ട് ഇത് ചെരിച്ചത് കൂടാരം. അയ്യോ അവൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ കേട്ടില്ലേ. നിങ്ങളെന്തോ സംസാരിക്കണ്ടായിരുന്നല്ലോ അതിനെ കുറിച്ച്. അവനെ ചുക്കറിയില്ലേ? ഞങ്ങൾ പറഞ്ഞു തന്നിട്ട് തേങ്ങി പറഞ്ഞു അവിടെ. എത്ര അടിയിലാണ് അവിടെ വെക്കണ്ടായിരുന്നു? നമ്മൾ പത്തനംതിട്ട കണ്ടത് എത്ര അടിയിലാണ്? 8 അടിയിൽ. 8 അടി അകലത്തിലല്ലോ വെച്ചോടന്ന് ഓരോന്ന്. കറക്റ്റ് 8 അടിയാ. 2 ഇത്ര അകലം ഉണ്ടായിരുന്നുള്ളൂ അവിടെ? ആ ഇതിപ്പോ കാല് വരുന്നത് ഇപ്പുറത്തല്ലേ വരാ? അതിന്റെ ഇപ്പുറത്തല്ലേ കാല് വരാ? ഇതിന്റെ കാല് ഇപ്പുറത്ത് വരും. കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല ഇതിനെ കുറിച്ചിട്ട്. ഒരു യൂട്യൂബിൽ അങ്ങനെ വല്ല വീഡിയോ കാണായിരുന്നു ഇതിന്റെ കൃഷിനെ കുറിച്ചിട്ട്. നമ്മൾ കണ്ടതല്ല അവിടെ 8 അടി എന്റെ ഓർമ്മ. ഓക്കേ. ഓ ഇങ്ങോട്ട് അത് എന്തിന് ഇത്രക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള അളവ് വേണോ? വെയിൽ 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 കറക്റ്റ്. അയ്യോ കൂടി.
അത്ര മതി. കറക്റ്റ് ആയിട്ടാ ആക്യുറേറ്റ് ആയാ ആക്യുറേറ്റ് ആയി. ഞാൻ ബാക്കിലേക്ക് ആക്കാം. ചൂട് 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 പ്രാന്ത് പൂമ്പിഴക്കട്ടെ. ഇത് മൂന്നും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഇല്ല, നിലവിലില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മണ്ണ് എല്ലാത്തിനും ഞാനേ ചാണപ്പൊടി എടുക്കാൻ പോയിപ്പോൾ ഇത് ഇപ്പോഴൊന്നും കഴിയില്ല. ഓരോന്നോരോന്ന് ആക്കി കഴിയുമ്പോൾ കുറേ സമയം എടുക്കും. ഭയങ്കര ഒടുക്കത്തെ വെയില കിടന്ന് പൊള്ളി പോവാണ്. അപ്പോൾ ഒരു 4-5 മണി കൂടി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുവരെയും ഒരു ഷോർട്ട് ബ്രേക്ക്. സമയം ഉച്ച തിരിഞ്ഞായിട്ടാണ്. അപ്പോൾ കുറച്ച് നേരത്തെ എനിക്കിത് വന്നിട്ടുള്ള ബുക്കാണ് ചെമ്മീൻ തകഴി 30ാം പതിപ്പാണിത്. ഇതെന്തിനു വാങ്ങിച്ചു എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും കേട്ടോ. ചെമ്മീൻ ഞാൻ പണ്ട് കാലത്ത് വായിച്ചിട്ടുള്ള ചെമ്മീൻ നോവല്. ചേട്ടാ വാങ്ങിച്ചതാ? ആ ഇന്ന് ആമസോണിൽ നിന്ന് വന്നാണ്. കുറച്ച് നേരത്തെ ഞാനിപ്പോൾ ഇവിടുന്ന് പോയില്ലേ, ഇവിടെ നമ്മൾ ഉച്ചയ്ക്ക് പണി നിർത്തി ഇനി ഉച്ചരിഞ്ഞാക്കാന്ന് പറഞ്ഞ് പോയില്ലേ, അപ്പം തന്നെ ആമസോൺകാർ ആമസോണിൽ അതിൽ നിന്ന് വന്നാണ്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെമ്മീൻ എന്ന് പറഞ്ഞ സിനിമയല്ല, ഈ നോവല് നാടകമാക്കാൻ പ്രേമൻ എന്നോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ ആ നാടകം എഴുതി സംവിധാനം ചെയ്യണം. അറിയോ എനിക്കിത് മറ്റേ തേയിലെന്നുള്ള അങ്ങനെ നിൽക്കില്ല. അത് ശരിയാ. അല്ല ഇതിങ്ങനെ ക്ലോസിൽ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തോന്നില്ലേ. ഏപ്രിൽ മാസത്തില് നാടകം ചെയ്യണം. അപ്പൊ ബാക്കിലത്തെ കൊട്ടയിലേക്ക് ഈ നാടകത്തിന്റെ ഫസ്റ്റ് അധ്യായം ഈ നോവലിന്റെ ഫസ്റ്റ് അധ്യായം ഞാൻ വായിച്ചു. അധ്യായം ഭയങ്കര രസമാണ്. പറയാം, നമുക്ക് പണിയെടുക്കുമ്പോൾ പറയാം. വാ നമുക്ക് അത് മിക്സ് ചെയ്യാം. അപ്പോൾ കാലത്ത് നമ്മൾ ഈ ചട്ടിയിൽ ഇതിട്ടു, അത് വേണ്ട, ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ. ക്യാമറ ഓഫ് ആക്കിയിട്ട് ചെറിയൊരു തർക്കം ഇവിടെ നടന്നു. പറഞ്ഞു കൊടുത്തോ, ഒരു കുഴപ്പമില്ല തർക്കം. അപ്പൊ ഇത് എടുത്തിടല്ലേ ഞങ്ങള്? അതിപ്പോ ലോഡ് കുറച്ചിട്ടിടാം, മണ്ണിൽ മിക്സ് ചെയ്യാനായിട്ടല്ല. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇട്ടൂടെന്ന്. മുൻചാക്കുകളിലാക്കിട്ടല്ലോ സുഖമായിട്ട് ഇങ്ങനെ ഇട്ടൂടെ. ഇതില് സ്ഥലമില്ലാത്ത കാരണമാണ് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്യണ്ടെന്ന് പറഞ്ഞതേ. എന്നിട്ട് ചട്ടിയിൽ അത് മിക്സ് ആവൂല. ശരിക്കും ഇതിനെ നന്നായിട്ട് കൂട്ടി കലർത്തി നല്ല മിക്സ് ആക്കണ്ടേ, നല്ല പൊടി ആക്കണം. എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞപ്പോ തലവേദന എടുക്കണു. തലവേദനയില്ല, മിക്സിയിൽ തലവേദനയാന്നാ? വർത്താനം പറഞ്ഞപ്പോ പെട്ടെന്ന് എവിടെ എന്ത് തകരാറ്. അപ്പോൾ കമ്പോസ്റ്റ് കുഴി മണ്ണും മിക്സ് ചെയ്തു. മിക്സ് ചെയ്യാൻ പോണു കേട്ടോ. അന്ന് കുഴപ്പമില്ല. ഇനി ഇതിൽ ചാണം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സരിത പറഞ്ഞ പോലെ ഇനിയില്ലേ അടിപൊളി. ഇവിടെ മിക്സ് ചെയ്യാനായിട്ട് എന്തോ എന്തുട്ടാണ് സ്ഥലമില്ലാന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഒരു വാക്ക് ഉപയോഗിച്ചല്ലോ. എന്തൊരു വാക്കാ? ഇവിടെ മിക്സ് ചെയ്യാൻ പരിമിതികളുണ്ടെന്നാ എന്തോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ കല്ലും കട്ടൊന്നും വേണ്ട, നല്ല പൊടിമണ്ണ് വേണമെന്ന് പറഞ്ഞില്ലേ ചെറുട്ടൻ? അത് ചില കട്ടകൾ വരുന്നത് ഞാൻ അല്ല അതിങ്ങനെ നീക്കിടാന്നാ പറഞ്ഞേ. ചേട്ടൻ കൊണ്ടിട്ട കല്ലാന്നല്ല ഞാൻ പറഞ്ഞു. സാലണ്ടല്ലേ സരിതേ? അപ്പൊ ഞാൻ പറഞ്ഞു ഈ ചട്ടിയില് കുറച്ച് മണ്ണിട്ടു, പിന്നെ ഈ പൊടി കുറച്ചിട്ടു, അതും ഇട്ടിട്ട് ആ ചട്ടിയില് കൊള്ളും കൂടി അതിലെങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റും? അപ്പൊ ഇതിലിട്ട് മിക്സ് ചെയ്തുകൂടെ ചോദിച്ചു ഞാൻ. ഇനി ചാണപ്പൊടിയും കൂടി അതിലിടാം. ചില ചാണപ്പൊടിയാണ് ഇത്, ചിലത് കട്ടയിൽ എടുക്കട്ടാ. ചാണപ്പൊടി ചേട്ടാ എന്തിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് കുത്തി പൊടിക്കേണ്ടി വരും. അല്ല ഒരക്കുണ്ട് ഇത് ഇങ്ങനെ ഇട്ടിട്ട് എന്തൊരു കാര്യം? എല്ലാം കട്ടിയില്ലേ, കുറച്ചല്ലോ ധരിച്ചേരിട്ടാ. അപ്പൊ അതിലത്തെ പൊടി മാത്രം ഉപയോഗിച്ചാൽ മതി വെച്ചാൽ വലിയ കട്ട മാറ്റിയിടാം. വലിയ കട്ട ദ്രവിക്കല വലിയ കട്ടകളുണ്ടല്ലേ പൊടിയത് കുറേയൊക്കെ. എന്താ അടിപൊളി വളയില്ലേ? വളല്ല സാധനം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഏലോ
ഏലോ ഏലേലോ ഏലോ. വലിയ കാട്ടെല്ലാം ഉണ്ടെങ്കിൽ ശരിയല്ലേ, അതിനൊക്കെ ഇടിച്ച് ഞാൻ പൊടിക്കുന്ന കട. നല്ല ഇതുണ്ടല്ലേ. പിന്നെ എന്തൊരു ബലത്ത് കുഴപ്പമില്ല. അതൊക്കെ മുട്ടുപോയി. ചാണം പൊടിയായിരിക്കണം. ഇങ്ങനെ ചിലത് ചാണകമൊക്കെ ഇങ്ങനെ കിട്ടാ. അല്ലല്ല, ചാണപ്പൊടി നമ്മൾ വാങ്ങിക്കാൻ കിട്ടുമ്പോ നല്ല പൊടിയായിട്ടുള്ള കിട്ടും. അവര് അതിനെ അതുപോലെ ആക്കിയെടുക്കും. അവരെന്താ ചെയ്യാന്നറിയോ, ഉണക്കിയിട്ട് അതിൽ വെണ്ണൂറിടും. വെണ്ണൂറിട്ട് മിക്സ് ചെയ്തിട്ടാണ് വെയിലത്തിട്ട് ഉണക്കാൻ. അപ്പൊ പൊടിയാവും. ഇത് വെണ്ണൂറില്ല. വെണ്ണൂറിന് ഇത് പിടുത്തം പോവും. കാരണം മാത്രമല്ല നമ്മളുള്ള കൂട്ടിപ്പിടുത്തല്ലേ, അത് പോവും. ഇനി നമുക്ക് നമ്മുടെ ഇതിൽ കൊണ്ടുവരാം. ബക്കറ്റ് എടുക്കട്ടെ. അങ്ങനെ നമ്മളിപ്പോൾ എന്നിട്ട് പറഞ്ഞു തന്നിട്ട് ഈ ചെമ്മീനോവല്ലേ തുടക്കം നല്ല രസമാണ്. നമുക്കിത് കൂർക്കാം. പരീക്കുട്ടിയും കറുത്തമ്മയും ഈ കടൽക്കരയിൽ ഈ പരീക്കുട്ടിയുടെ മീൻ ഇതല്ല ഒരു പെരയുണ്ട്, അവിടെ സംസാരിക്കുന്നതാണ് തുടക്കം. കൊച്ചു മുതലാളി എന്നൊക്കെ വിളിച്ചിട്ട് അയ്യോ വണ്ടം പഴുതാരാ ചെറുപ്പം അതിനായിരിക്കും അയക്കിതാ. അതിന്റെ നിനക്ക് പൊങ്ങോ? പൊങ്ങില്ലേ, ഇത്ര തീട്ടം എനിക്ക് പൊങ്ങില്ലേ. ഞാൻ ഇത് കൊണ്ടിടാൻ വേണ്ടിട്ട് നിക്കണേ. ഞാൻ എന്തിട്ടെങ്കിലും ഒരു പണി എടുക്കണ്ടേ? പണി നിൽക്കണ്ട ഇവിടെ ഒന്നാ മതി. നീ കുറച്ച് കഴിയുമ്പോ അങ്ങനെ നിന്ന് എനിക്ക് ബോറടിക്കുക. ഞാൻ ഒരു കാപ്പിയേ കുറച്ച് കഴിയുമ്പോ ഒരു കാപ്പി ഉണ്ടായിക്കോട്ടെ. ശരി നോക്കിയേ ഇവിടെ സരിത നോക്കിയറി ഉദ്ഘാടനം. ഇനി ഒരു 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 പാത്രം കൂടി കൊണ്ടുവന്നിടും. അത് കഴിഞ്ഞിട്ട് ആ സാധനം വയ്ക്കും. വേരുകൾ മറ്റേ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തണ്ട്. അയ്യോ, ഒരു മുക്കാ ഭാഗെങ്കിലും മണ്ണിട്ടിട്ട്. മുക്കാലൊന്നും പറഞ്ഞ പിന്നെ നമ്മൾ ഓരോന്നോരോന്ന് ചെറിയട്ടം പറഞ്ഞില്ലേ, ചപ്പ് ചോറൊക്കെ കൂട്ടിയിട്ട് അത് മണ്ണടക്കം ചെറുതായിട്ട് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ആയി കയറി. അപ്പൊ 2 ബക്കറ്റ് മണ്ണാടുള്ളൂ? 2 3 ബക്കറ്റൊക്കെ ഇടും. അപ്പൊ ഇതെന്തുട്ടുള്ള മണ്ണ് നോക്കട്ടെ. എന്തുട്ട് നോക്കാൻ? പിന്നീട് പറഞ്ഞില്ലേ, ഞാൻ ചേട്ടന് കുറച്ച് വീഡിയോകൾ അയച്ചൊന്നുമില്ല. ഞാൻ കണ്ടു ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ചില വീഡിയോകൾ. അതില് ഫസ്റ്റത്തെ തന്നത് 7.5 അടി ഉയരമുള്ള. ഓ, ആ ഒരു കാര്യം മാത്രം കേട്ടോളൂ. ഞാൻ പറഞ്ഞില്ല അത് ശ്രദ്ധിക്കേണ്ട. ബാക്കി കാര്യങ്ങളെടുത്ത് കാണാൻ ഒരു 7.5 അടിയുമ്പോ പിടിച്ചു നിന്നോ. 7.5 അടി ഉയരമുള്ള സ്ലാബ് അല്ല, സ്ലാബല്ല, എന്നിട്ടാണ് കാല് എന്നാ പറയണേ. പക്ഷെ അതിൽ വേണമെങ്കിൽ അത് മാക്സിമം ഒരു 5 അടി 5.5 അടി അങ്ങനെ ഉണ്ടാവുള്ളൂ. അതാണ് ഈ പറയണത്. ഹൈറ്റ് വ്യത്യാസം ഉണ്ടെന്ന് 7.5 അടി എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഹൈറ്റ് ഇതിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ട. ബാക്കി അതിൽ ചെയ്യണ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാനാണ് ഞാൻ പറഞ്ഞത്. 3 ബക്കറ്റ് വീതരാം. 3 ബക്കറ്റ് വീതരാം. പിന്നെ നമ്മൾ ഇവിടെ ആക്കണത് കൊണ്ടിട്ടാൽ മതി. ഇത് എത്രയ്ക്ക് മതി? 3 ബക്കറ്റ് ഇട്ടു. ചേരേണ്ട അവിടെ ഇത്രയ്ക്ക് പോലും ഇല്ല ചേട്ടാ. ഇനി നമുക്ക് തണ്ട് ഇത്രയ്ക്ക് ആകുമ്പോൾ കുഴപ്പമില്ല. ഞാൻ 2 ബക്കറ്റ് ഇടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ തണ്ട് കുഴിച്ചിട്ടാ. അപ്പൊ എത്ര തണ്ട് വീതം കുഴിച്ചിട്ടുണ്ടെന്ന്? 2 അല്ലേ? 2 3 കത്തി എടുത്തിട്ടുണ്ടോ? 8 അല്ലേ? അങ്ങനെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തണ്ട് 8 അല്ലേ? കൂടുതലുണ്ടല്ലേ? ഏത് തലാടി? ഇതൊന്ന് ഈ 2 കുഴിച്ചിട്ട് ആദ്യം ഒരെണ്ണത്തില് കുറേ ഉണ്ടല്ലോ. 3 കുഴിച്ചിട്ടാ? 3 കുഴിച്ചിട്ടാ. എല്ലാത്തിലേക്ക് തയ്യോ? തൈര് അവിടെ ഒന്ന് എന്തോരം മണി കൊണ്ടുവരല്ലോ. ചേട്ടാ കറക്റ്റ് 2 വീതം കുഴിച്ചിട്ടോ? അതില് 3 കുഴിച്ചിട്ടോ? ഇനിയുള്ളതിലൊക്കെ 2 വീതം കുഴിച്ചിടാനുള്ളൂ. വേണേ കുഴിച്ചിട്ട് കണ്ടോ? അല്ല നിനക്ക് കുഴിച്ചിടണ? വേണ്ട ചേട്ടാ, കുത്തിക്കോ. അതിന് കടയും തല അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതാണ് തല മുകളിൽ. ഒന്ന് ഇവിടെ കുഴിച്ചിടാ. ഇളകിയ മണ്ണാണ് കേട്ടാ.
3 പേരാണ് ഇരിക്കട്ടെ. ഇനി നിനക്ക് അത്ര വലിയ നിർബന്ധമാണ് ഇരിക്കും വെള്ളം കൊണ്ടെന്ന് വെച്ചേ. ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ടു പണിയില്ല എന്ന് പറയണ്ടല്ലോ. കാലത്തന്നെ മണ്ണും എല്ലാ സാധനങ്ങളും കൊണ്ടൊന്ന് ഇട്ടു പോകാം. രണ്ടാമത്തേക്ക് ഇതിനിപ്പോൾ വല്ലാണ്ട് നനയ്ക്കേണ്ട. 2-3 ദിവസമൊക്കെ നനച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ നനയ്ക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് ടാസരില്ല. ഇത് മുഴുവൻ ഒഴിക്കണ? ഒഴിച്ചോ. ഈ ഒരു പക്കറ്റ് വെള്ളം മുഴുവൻ ഒരെണ്ണത്തിൽ ഒഴിക്കട്ടെ? അല്ല നനഞ്ഞ ഇറങ്ങിയിട്ട് അടിപൊളി മുഴുവൻ ഒഴിച്ചോ മതി. ഇതേ വെള്ളം പോണം, വളം പോണം. ഉദ്ഘാടനം ചെയ്തില്ല. ഇപ്പം നിനക്ക് പണിയില്ലേ? ഇതാങ്ങിയ പണിയില്ലേ. ഞാൻ പണിയെടുക്കുന്നത് മാത്രം കാണിച്ചാൽ മതി കേട്ടാ. പണി അതൊരു അതൊന്നൊരു വിഷയല്ലേ. വെറുതെ എനിക്ക് നാണാവണു ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കാൻ. ഇത് കഴിഞ്ഞിട്ടേ ഇനി അടുത്തേക്ക് കുഴിച്ചിടാട്ടെ. 3 അടുത്തേക്ക്. തോടുമ്പോഴേക്കും താന്ന് പോകുക സരിതാ. ഒരു മിനിറ്റ് ഒഴിച്ചു തരുത. അങ്ങനെ തിരിച്ച് ഒഴിച്ചാൽ പറ്റി കഴിഞ്ഞിട്ട് തിരിച്ച് ഒറ്റടിക്ക് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ തുറച്ചു പോകും. അത്ര മതിയാ വെള്ളം? അത്രയും വെള്ളം മതി. ഈ സൈഡിലേക്ക് ഇത്തിരി വെള്ളം ആക്കിക്കോളാം. എല്ലാ സാധനവും സെറ്റാക്കി കഴിഞ്ഞാലേ ഭയങ്കര സുഖം. നമ്മൾ കറുത്തമ്മേരെ കാര്യം പറഞ്ഞില്ലല്ലോ സരിത? പറഞ്ഞില്ലല്ലോ. അപ്പം അവരേ വർത്തമാനം പറഞ്ഞിരിക്കുന്നിട്ട് തുടക്കം എല്ലാവർക്കും അറിയാമല്ലോ. അവർ വർത്തമാനം പറഞ്ഞിട്ട് കൊച്ചു മുതലാളിന്ന് വിളിക്കുക. അവർ 2 പേരും ഇഷ്ടപ്പെടുന്നവരാണ്, പരസ്പരം ഇഷ്ടപ്പെടുന്നവരാണ്. ആ നോവൽ തുടങ്ങുമ്പോഴേ തന്നെ അവര് പ്രേമത്തിലാണ്. അവർ ചെറുപ്പം തൊട്ടിട്ട് അവിടെ കളിച്ചു വളർന്നിട്ടുള്ള ആളുകളാണ് കടപ്പുറത്ത്. അപ്പോൾ എനിക്കാലോചിക്കുക തകഴി അന്നത്തെ പണ്ടത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം അതിലുണ്ട്. അതായത് പഞ്ചമിൻ്റെ കറുത്തമ്മേരെ അനിയത്തീനെ വീട്ടിൽ ഇരുത്തിയിട്ടാണ് ഈ കറുത്തമ്മ പോന്നിട്ടുള്ളത്, പുറത്തേക്ക് വന്നിട്ടുള്ളത്. അത് വീട്ടിലെപ്പോഴും ഒരാൾ വേണം. കാരണം ചെമ്പൻ കുഞ്ഞ്, അതായത് കറുത്തമ്മേരെ അച്ഛണ്ട്, ആള് വെള്ളം വലിയും വാങ്ങിക്കാനായിട്ട് കാശ് തിരിച്ച് കൂട്ടി വയ്ക്കും. പണ്ടത്തെ ഈ കുടിൽ വീടല്ലേ, അപ്പോൾ എപ്പോഴും വീട്ടിൽ ഒരാൾ വേണം. ഈ തിരിച്ച് കാശ് കൂടി ബാങ്കിൽ വയ്ക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ പഞ്ചമീനെ അവിടെ ആക്കിയിട്ടാണ് പോയിട്ടുള്ളത്. ഇവളാണെങ്കിൽ കറുത്തമ്മയുണ്ട്, 2 പേരുണ്ട്. അപ്പോൾ കറുത്തമ്മ പറഞ്ഞു നിന്നോട് കുറച്ച് നേരം അവിടെ ഇരിക്കും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കറുത്തമ്മ പുറത്തേക്ക് പോയെന്നുണ്ട്. കറുത്തമ്മ വന്നപ്പോൾ ഇവിടെ പഞ്ചമി ഇല്ലേ. അപ്പോൾ ഈ ചേച്ചി ഈ അമ്മ വന്നു, ഈ ചെമ്പൻ കുഞ്ഞിൻ്റെ ഭാര്യ പുറത്തുനിന്ന് വന്നപ്പോൾ പഞ്ചമി പറയുന്ന ചേച്ചി കടപ്പുറത്തേക്ക് മറ്റേ ആളെ കാണാൻ പോയി എന്ന് പറഞ്ഞു, പരീക്കുട്ടിനെ കാണാൻ പോയി എന്നാട് കൊച്ചു മുതലാളി കാണാൻ പോയി എന്ന് പറഞ്ഞിട്ട് അമ്മോട് കുറ്റം പറഞ്ഞു. അപ്പോൾ അമ്മേരെ കയ്യിൽ നിന്ന് പൊതിരെ ചീത്ത കൊടുക്ക്. അല്ല, എനിക്ക് ഇതിലൊരു കൺഫ്യൂഷൻ. പറയേ. കറുത്തമ്മയും പരീക്കുട്ടി വർത്താനം പറയാൻ പോയി. പരീക്കുട്ടിനെ കാണാൻ പോയി കറുത്തമ്മ. അപ്പോ ഇവര് അച്ഛനമ്മയും പുറത്തു പോകുമ്പോ കറുത്തമ്മേനെയും പഞ്ചമീനെ ആക്കിയിട്ടാണ് പോയത്. പക്ഷെ കറുത്തമ്മ പിന്നെ പഞ്ചമിയുടെ അടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് കറുത്തമ്മ പോയി. പഞ്ചമി എടുത്ത് പഞ്ചമി അയലോക്കത്തേക്ക് പോയി. വീട്ടിൽ വന്നപ്പോ ഇവള് മാത്രല്ലോ. വീട്ടിലാരും വന്നപ്പോ? അല്ല, വീട്ടിലാരും ഇല്ല. അപ്പൊ ഇവള് പിന്നെ തിരിച്ചു വന്നല്ലോ. അവള് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോ ആരും ഇല്ലേ. അപ്പൊ ഇവളെ ചീത്ത പറഞ്ഞു, അനിയത്തിനെ ചീത്ത പറഞ്ഞു എന്ന് വന്നപ്പോ
ആ അനിയത്തിന് ചീത്ത പറഞ്ഞു. അതിന്റെ ദേഷ്യത്തിൽ അവള് അമ്മോട് പറഞ്ഞ് കാർത്തമ്മ മറ്റവളെ കാണാൻ പോയി. ഇപ്പൊ മനസ്സിലായി. സാമാന്യ ബോധത്തിൽ ചിന്തിക്കണം നമ്മള്. സാമാന്യ ബോധമുണ്ട് എനിക്ക്. ചേട്ടൻ പറയുമ്പോ മര്യാദക്ക് പറയണ്ടേ. അതെ. ആ അങ്ങനെ ചീത്ത പറഞ്ഞു. പിന്നെ കറുത്തമ്മയ്ക്ക് അമ്മേരെ വക ഒരു ലോഡ് ഉപദേശമാണ്. ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ ചില്ലറ ഉപദേശമല്ല കേട്ടാ. അതായത് ഈ കടൽ ഇങ്ങനെ നിലനിൽക്കുന്നത് ഈ ഇവിടെയുള്ള പെണ്ണുങ്ങളുടെ നല്ല നടപ്പുള്ള കാരനാണെന്ന്. കടപ്പുറം നാശമാവണത് വരെ ചില സമയങ്ങളിൽ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ കിഴക്ക് വശത്തുനിന്ന് പെണ്ണുങ്ങൾ മീൻ ഉണക്കാനും ഇതിനൊക്കെ കിഴക്ക് വശങ്ങളിൽ നിന്ന് വരും കടപ്പുറത്തേക്ക്. അവര് മുറയും ഇതൊക്കെ തെറ്റി നടക്കണ പെണ്ണുങ്ങളായിരിക്കുന്നു. അങ്ങനെയാണ് കടൽ കരിയുന്നതെന്ന് ചില സമയങ്ങളിൽ. കരിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വരുതി അങ്ങനത്തെ കുറെ ദുരിതങ്ങള്. അല്ലാണ്ട് കടലേ പോണം മരക്കാന്മാര് തിമിംഗലത്തിനോടും സ്രാവുകളോടും മല്ലടിച്ച് ചുഴിയിൽ പെടാണ്ടും തിരമാലകളിൽ അകപ്പെടാണ്ടും ഇവിടെ കടപ്പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതുപോലെ ആയിരിക്കണമെന്ന് അങ്ങനെ പറഞ്ഞ് സമാന ഉപദേശങ്ങളാണ്. അപ്പോൾ അവിടെ വരെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. പക്ഷേ ജെമ്മി നോവല് വായിച്ചു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയിരിപ്പിന് വായിച്ചു കഴിക്കും. നമുക്ക് സമയമില്ലേ കാരണം ചെമ്മീൻ വായിച്ചോളൂ കേട്ടോ. അല്ലാന്ന് വീട്ടിലതേ നമ്മുടെ വീട്ടിൽ ഞാനത് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഓരോരുത്തർ രാവിലെ ഇരുത്തിയിട്ട് പറയില്ല ഞാൻ പോയിട്ട് വരട്ടാന്ന് പറഞ്ഞിട്ട് വരുമ്പോഴേക്കും അവൻ വല്ലതെങ്കിലും ഇരിക്കുമ്പോൾ അങ്ങോട്ട് പോവും. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ചേട്ടൻ അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് കുറ്റം പറയും അനിയനെ കുറിച്ച്, അല്ലെങ്കിൽ അനിയനെ അങ്ങോട്ട് കുറ്റം പറയും. അത് പണ്ട് തൊട്ടേ ഉണ്ടെന്ന് മറ്റേ തകരീരതേ ചേടത്തി അനിത്തിയും. ഇപ്പം മണ്ണ് കൂടുതലുണ്ടല്ലേ. ഇപ്പം ഇതിൽ 3 നട്ടിട്ട് അല്ല 3 പാത്രം ഇട്ടു. ഇതിൽ 3 പാത്രം കൂടി ഇട്ടിട്ട് ബാക്കിലും കൂടി ഇട്ടു. അപ്പം മണ്ണ് കൂടിയില്ല സരിത. മണ്ണല്ല കേട്ടോ അത്. നിനക്ക് തണ്ട് നടണ വേണ്ട, കൈ മുറിയും. ഇത് നല്ല രീതിയിൽ ഞാൻ നട്ടിട്ടില്ലേ. ബാക്കിയുള്ളതൊക്കെ മോശമായിട്ട് നട്ടേന്ന് ചേട്ടൻ തന്നെ മനസ്സിലായ. അല്ലാന്ന് ചിലതിന് തന്നെ കുറ്റം പറയില്ലോ. കുറ്റമുള്ളതുകൊണ്ടല്ലേ പറയണേ. കുറ്റില്ലാത്ത കേൾക്കാത്തത് തിരിച്ച് ചെയ്തുകൂടെ ചേട്ടന് കാര്യങ്ങള്. ചേട്ടൻ ജനിച്ചപ്പോ തൊട്ട് കൃഷി ചെയ്തോടുന്ന ആളാണ്. 56 വയസ്സായി. എന്നിട്ട് ഓരോ പൊട്ടത്തരങ്ങൾ കാണിക്കുമ്പോഴാണ് ആളുകൾ ഓരോന്ന് പറയുന്നത്. കൃഷി മര്യാദയ്ക്ക് കൃഷി ചെയ്യണ ആളുകൾക്ക് ഇത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ചിരി വരും എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു. ഇന്നലത്തേലാന്ന് തോന്നുന്നു. നന്നായിട്ട് ശരിക്കും കൃഷി അറിയാവുന്ന ആളുകളില്ലേ, അവർക്ക് കൃഷി നമ്മുടെ ചേട്ടൻ ചെയ്യണ കാണുമ്പോൾ ചിരി വരും. ഞാനൊരു പാട്ടത്തിന് ഒരു 5 ഏക്കർ 10 ഏക്കർ എടുത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ ശരിക്കും ശാസ്ത്രീയമായ രീതിയിലാണ് കൃഷി ചെയ്യും. പിന്നെ 5 ഏക്കർ 10 ഏക്കറിൽ ചെയ്യണതോ 5 സെന്റിൽ ചെയ്യണതോ ഒരുപോലെ തന്നെ ചെയ്തൂടെ? ഞാനൊന്നും പറയാനില്ല. നമ്മളിപ്പോ ഒരു 5 പേർക്ക് ഒരു സാമ്പാറും ചോറും വെക്കണതും 50 പേർക്ക് വെക്കുമ്പോഴും ഒരുപോലെ തന്നെ ചെയ്തൂടെ? കൂടുതൽ പേർക്ക് വെക്കുമ്പോ മര്യാദയ്ക്ക് വെക്കുക. ഇപ്പൊ 2-3 പേർക്കുള്ളല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് നമ്മള് വെള്ളം അങ്ങനെയല്ല. ഒരു പണി കൊടുക്കില്ല, കുറ്റം പറയാൻ വന്നിരിക്കാന്നല്ല നിങ്ങളിപ്പോ വിചാരിക്കണത്. എനിക്ക് മനസ്സിലായി. ഒരു പണിയെടുക്കൂല. പണിയെടുക്കണ ആളെ പിന്നാലെ നടന്ന് കുറ്റം പറയാ. അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. കുറ്റങ്ങളൊന്നും പ്രശ്നമില്ല ഇവിടെ. ഇനി ഇത് നട്ടിട്ടേ അതുകൊണ്ട് നട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മണ്ണെല്ലാത്തിലും 3-4 വായിച്ചില്ല. അപ്പൊ ഷവർ കൊണ്ടിട്ടിട്ട് നിറയ്ക്കാന്ന് പറഞ്ഞിട്ട് എങ്കിലും കുഴപ്പമില്ല. ഇന്ന് അറയ്ക്കൊന്നും വേണ്ടത് വല്ലാണ്ട്. മണ്ണ് വെല്ലേന്റെ കടയ്ക്ക് വേണേ ഇട്ട് കൊടുക്കാം. മണ്ണ് വെല്ലോടത്ത് ആവശ്യമുണ്ടാ? ഇതിലിപ്പോ കണ്ടമാനുണ്ടല്ലോ. അത് ഇടയ്ക്കിടയ്ക്ക് കൈ മുറിക്കുക. ഇത് മുറിക്കുക. ഒരു ചേച്ചിയുടെ ചാനൽ വീഡിയോ ഞാൻ അയച്ചെന്നില്ലേ, അവര് ഇത് വിത്തല്ല
ഇത് മുളപ്പിച്ചിട്ട് വേര് പിടിപ്പിച്ചിട്ട് അയച്ചു കൊടുക്കുന്ന ആളുകൾക്ക്. ആ ഞാൻ അയച്ചെന്നൂല് ചേട്ടനൊരു ഷോർട്സ്. അതിന്റെ ആവശ്യമില്ല നമുക്ക്. ഇവിടെ ഇഷ്ടം പോലെ തണ്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉള്ളതാ. ഇത് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലേ ആ ചേച്ചി പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വല്ല മറ്റേ ഗ്രോ ബാഗ് പോലത്തെ അങ്ങനത്തെ സാധനത്തില് ഇത് ആദ്യമേ വെച്ച് വേര് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ എവിടെയാണോ കുഴിച്ചിടാൻ ഉദ്ദേശിക്കണം അവിടെ വെക്കാം. അങ്ങനെ പറയണുണ്ട് അവര്. പലരും പലതരത്തില് സാധനം ഉണ്ടായി പോരാ. നോക്കിക്കോ, ചേരേട്ടൻ ഇവിടെ വിജയിപ്പിച്ച ആളാണ് അല്ലേ. ഒരു ഇതുണ്ടാവണം, ഞാൻ കാണിച്ചു തന്നില്ലേ ഒരു വീഡിയോ നിറച്ചതുമേ. അയ്യോ അതെവിടെയാ? അത് വില ദേശത്തെ എവിടെയോ ആയിരിക്കും. ഇവിടേക്ക് പോവും, നമ്മുടെ മലേഷ്യക്ക് പോവും. ഇതിന് വെള്ളം വെച്ച് കൊടുത്താൽ അതിലുകൊണ്ട് നട്ട് കഴിഞ്ഞു. ഇത് നാളെ മുതൽ കൂമ്പ് വന്നോ നോക്കലാവും പണി അല്ലേ. നാളെ തൊട്ട് കൂമ്പ് വന്നോന്ന് നോക്കിക്കോ, വേര് പിടിച്ചോന്ന് ചേട്ടൻ നോക്കണ്ടിരുന്നാ മതി. പറിച്ച് കൂമ്പ് വന്നോന്ന് ചേട്ടൻ എത്ര വേണമെങ്കിൽ വന്ന് നോക്കിക്കോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ, അത് കണ്ടില്ലേ. ഇതിനെ നമുക്ക് അയ്യോ ഇത് ചെറിയേട്ടൻ തന്നെയാണ് അവരെ നടാനായിട്ട്. അയ്യോ ആരെ വരുന്നില്ല. കഴിഞ്ഞോണ്ടിരിക്കുന്നു. ഞങ്ങളെ ഉച്ചയപ്പോളേ ഇവിടെ ഭയങ്കര വെയില, അപ്പൊ നിർത്തി. ഇവിടെ വെയിലാറാനേ. അതെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് രാജലക്ഷ്മി ചേച്ചി എന്ന് പറയാറില്ലേ വീഡിയോയില്, ആ മുതലാണിത്. രണ്ടാമത്തെ ആള് എന്നെ മുതലെന്ന് പറയുന്നത്. അമ്പലത്തിൽ പോയപ്പോ മുതല് എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തിട്ടാ ഇതിന്റെ തലേണ മുറിച്ച് തിന്നോണ്ട് പോട്ടെ. 3 കഷ്ണം വെക്കും, 3 വെക്കും, ചിലർ 4. ഇങ്ങനെ വളയം വെക്കണ്ടേ? അത് പിന്നെ മോളിലല്ലേ അത് ഇവിടെ കോല് ഇത് വെക്കും. കാല് ആദ്യം കൂമ്പെടുത്ത് കഴിഞ്ഞാൽ കാല് വെക്കും. കാലവിടെ ഉണ്ട്, അതിന് കുടിക്കണം. കാല് പുറത്ത് വെക്കാം, കാല് പുറത്ത് ഇതിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റില്ലേ? കാല് വെച്ചിട്ട് അതിന്റെ അപ്പറയാണ് വെക്കുക. എന്നിട്ട് ഇത് ഈ കാലുമ്മ കൂട്ടി കെട്ടി വെക്കും. അങ്ങനെയാണ് ഇവിടെ ചെറിയ ഇതിൽ വെള്ളക്കെട്ട് വരും. അപ്പൊ ഇതിന് വെള്ളത്തിന്റെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വാങ്ങിക്കുമ്പോ ചേട്ടൻ ഇതില് കുത്തിയിട്ട് ഇതിന്റെ ഉള്ളിൽ ഞാൻ കുത്തിട്ട് എങ്ങനെ കുഴി എഴുതാൻ പറ്റാ? അല്ല 7.5 അടി ഉയരമുള്ള ഭയങ്കര പീന്തം കാലുകളാ, അല്ല പോന്തം കാലുകളാ. അത് ഇത് കുഴിച്ചിടാൻ പറ്റില്ലേ? ഇനിയിപ്പോ ഇത് പുറത്ത് കാല് വെച്ചിട്ട് എങ്ങനെ വരുന്നു ദൈവത്തിന് മാത്രം അറിയാം. പിന്നെ നിങ്ങൾ കഴിയേണ്ടത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയത് മാറ്റാനും പറ്റില്ല. അമ്മ അതിലൊരിയത്ത് വെക്കല്ലോ നല്ലത് നിരത്തിയിട്ട്. ഇവിടെ നോട്ടെ, ഇവിടെ ഇപ്പൊ ഒന്നും ചെയ്യാല്ലേ നമുക്ക്. സാധനമായ കാരണം ഞാൻ പറഞ്ഞു ചേട്ടനോട് ഇത് വെക്കുമ്പോ ആലോചിച്ചിട്ട് വേണം വെക്കാൻ. കാരണം നല്ല ടേസ്റ്റാ. ഇതേ ഇങ്ങനെ വന്നു കഴിഞ്ഞാ പിന്നെ ഇതിന്റെ അടുത്തേക്ക് കടക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഒരു ചെലവിനുള്ളത് അതിലാണ്. അതെ, ഹോട്ടലിലൊന്നും കയറി മതി. ഈ ബാക്കിലെ മണ്ണ് ഞാട്ടാണ് നീ. ബാക്കിയുള്ള മണ്ണ് കൂടി നമുക്ക് എല്ലാത്തിലും അവരകത്തുണ്ട്. അവർക്ക് കാപ്പി കൊടുത്തിട്ട് അവരകത്ത് കുടിക്കുന്നുണ്ട്. ചേട്ടന് ബ്രൂ, ബാക്കി എല്ലാവർക്കും നെസ്കഫെ.
നെസ്കഫെ ഗോൾഡ് എന്നിട്ട് നെസ്കഫെ ഗോൾഡാ അങ്ങടല്ലേ അത് രാജലക്ഷ്മി ചേച്ചി 2-3 ആഴ്ച മുന്നേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അബുദാബിയിൽ നിന്ന്. നാട്ടിൽ വന്നതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് കൊണ്ടുവന്നതാ, അവിടെ നിന്ന് കൊണ്ടുവന്നതാ നെസ്കഫെ ഗോൾഡ്. നിങ്ങൾ നെസ്കഫെ അല്ലേ കുടിക്കുക എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചോടെ നെസ്കഫെ കഴിഞ്ഞിട്ട് ഞാൻ അത് എടുത്തിട്ട് അതുകൊണ്ട് കാപ്പി ഉണ്ടാക്കി. അപ്പോൾ ചേട്ടൻ അത് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ചേട്ടൻ മറ്റേ ബ്രൂ വാങ്ങിച്ചു. അപ്പോൾ ഇപ്പോൾ തൊട്ട് ബ്രൂ കൊണ്ടാണ് ഉണ്ടാക്കാറ്. അപ്പം ഞാൻ ആ നെസ്കഫോണ്ട് തന്നെ ഉണ്ടാക്കി എല്ലാവർക്കും. നിതിനും ജഗ്ഗുവിനും ഒക്കെ അതുകൊണ്ട് ഉണ്ടാക്കിയ. ചേട്ടന് മാത്രം ബ്രൂ. കുഴിഞ്ഞോന്ന് കുടി കഴിഞ്ഞാ കാപ്പി കുടി കഴിഞ്ഞാ